are you? I'm fine, thank you. Oh, thank you. Thank you so much. വളരെ പൊളൈറ്റ് ആയിട്ട് അല്ലേ? അതെ. കുയിൽനാഥം. ആ താങ്ക് യു ഒരു ശ്രുതി ഉണ്ട് കേട്ടോ. ആ ചിരിശയിലും ഉണ്ട്. യെസ്, കൊള്ളാം. ഇനി നമുക്ക് മിണ്ടാൻ പറ്റൂല. റിയാൻകുട്ടനെ വിളിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ പിച്ചും കൂടെ പറഞ്ഞു തന്നെ. ഇത് കൊള്ളാം കേട്ടോ. ബ്ലാക്ക്. അതെ, ബ്ലാക്ക് അല്ലല്ലോ ഇത്. ബ്ലാക്ക് അല്ലേ? ഇത് ഒരു മെറൂൺ, മെറൂൺ കളർ, ഒരു പർപ്പിളിനോട് മാച്ച് ചെയ്യുന്ന ഇതൊരു മുന്തിരിങ്ങയുടെ ആ മുന്തിരി കളർ, ഒരു ഡാർക്ക് വൈൻ റെഡ്. വൈൻ റെഡ്. അപ്പോ ഏത് പാട്ടാണ് കുട്ടി ഇന്ന് പാടാൻ പോകുന്നത്? താമര കുമ്പിളല്ലോ മമ ഓ ഹൃദയം. യെസ്, വെരി നൈസ് സോങ്. ബാബുക്ക. എവർഗ്രീൻ അല്ലേ, ക്ലാസിക്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ്. സിനിമ അന്വേഷിച്ചു കണ്ടെത്തിയില്ല. വർഷം 1967. സംഗീതം MS ബാബുരാജ് സാർ. എഴുതിയത് P ഭാസ്കരൻ മാസ്റ്റർ. പാടിയത് ജാനകിയമ്മ. പാടിക്കൊള്ളുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. All the best. Thank you. Super. Very nice, very nice. Our dear Maithu. എന്തോ അളന്ന് തൂക്കി
കൃത്യമായിട്ട് പാടി. പ്രത്യേകിച്ചും ഫസ്റ്റ് പല്ലവി മധുവിടെ ഇരുന്ന് ആഹാ 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 പിന്നെ പിന്നെ അടുത്തൊന്നും ഇത്രയും ആഹാ ഒന്നിച്ച് കേട്ടിട്ടില്ല. അതൊരു ബഹളം തന്നെയായിരുന്നു ആ സൈഡിൽ. ആഹാ ലൂപ്പിലായിരുന്നു കേട്ടോ. കാരണം കുറെ നാളുകൾക്ക് ശേഷം ഈ പാട്ട് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ഗ്ലുമൊക്കെ വന്നു, കുറച്ച് ഒരു ടെമ്പോ ടൈമിംഗ് വേരിയേഷൻ വന്നു, ലാഗ് വന്നു. ഒരു പല്ലവി പാടിയപ്പോ താമരക്കുമ്പിള തുണ്ട് പല്ലവി ഇല്ലേ, അറിഞ്ഞില്ലേ? ഇല്ലേ സുശാന്ത്? ആ യെസ്, അവര് താളം മറഞ്ഞു പോയി, നേരത്തെ തുടങ്ങി. കാകളി നിറച്ചവൻ നീയല്ലോ എന്ന് പാടിയില്ലേ, അതൊന്നുകൂടെ പാടിക്കേ. കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. ആ സമയത്ത് ഉഗ്രനായിരുന്നു. ഇതിപ്പോ ശ്വാസം കിട്ടാണ്ടായതല്ലേ അവസാനം. ആ ഈ പാതിരാപ്പൂ വിരിഞ്ഞു എന്ന് പാടിയില്ലേ, അത് സൂപ്പറായിരുന്നു. ആ താതാ നിൻ കൽപ്പന, അതും കൂടെ കേൾക്കട്ടെ. താതാ നിൻ കൽപ്പനയാൽ പൂവനം തന്നിലൊരു പാതിരാപ്പൂവായി വിരിഞ്ഞു ഈ പാട്ട് ഇങ്ങനെ അവിടെ വിരിഞ്ഞു, ഒരു പൂ പോലെ ഇങ്ങനെ വിരിഞ്ഞു അവിടെ പാടിപ്പോ കേട്ടോ. അത് ഈസിയല്ല അത് പാടാൻ. അത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ സംഗതി അവിടെ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് വീണില്ലെങ്കിലുണ്ടല്ലോ എന്തോ പോലെ ഇരിക്കും. ഇങ്ങനെ പലരും പാടുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് മൈഥു അത് വളരെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ശ്രദ്ധ വലിയൊരു കാര്യമാണ്. ആ ശ്രദ്ധ അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ദേവ, അത് രണ്ടാമത്തെ ദേവ ഒന്നുകൂടെ പാടി ശരിയാക്കി കേൾപ്പിക്കണം. ദേവാ അത് പ്രാക്ടീസ് ചെയ്യാൻ ഒന്നുകൂടെ. നേരത്തെ പാടിയപ്പോ ഏകദേശം ഓക്കെ ആയിരുന്നല്ലോ. ഏകദേശം ഒന്നുകൂടി പാടി ശരിയാവും. ഒന്നുകൂടി പാടി ശരിയാവും. ആ കുഴപ്പമില്ല, അത് ടേക്കിൽ ഇതിനേക്കാളും നന്നായിരുന്നു. അത് നമ്മുടെ മൈഥിലിയുടെ ഒരു പ്രത്യേകതയാണല്ലോ. ടേക്കിൽ പറഞ്ഞ പോലെ പിന്നീട് പഠിപ്പിച്ച പാടില്ല. അപ്പൊ ഈ പാട്ട് പാടണമെങ്കിൽ ഒരു ഹയർ ഡിഗ്രി ഓഫ് മെച്ചൂരിറ്റി ആണ് തീർച്ചയായിട്ടും. അപ്പൊ അത് കൈമുതലായിട്ട് വരുന്നുണ്ട് എന്ന് കാണിച്ചു തരുന്നത് ആരാണ്? വേറെ ആര്? ഞാൻ നേരത്തെ പറഞ്ഞൊരു കൂട്ടത്തിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞു. വളരെ പെർഫെക്റ്റ് ആണ്. ഭൂരിഭാഗം പാടിയത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പാടിയത്. ഇപ്പൊ പറഞ്ഞ MJ പറഞ്ഞ ദേവയുടെ അതിന് ചെറിയ സ്ലിപ്പായി. അത് രണ്ടാമത് പാടാൻ പറയുമ്പോൾ പറ്റുന്നില്ല, കാരണം ടേക്കിൽ നന്നിട്ട് പാടി. എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സ്ലിപ്പ് ഉണ്ടായുള്ളൂ ആ സമയത്ത് ടേക്കില്. പിന്നെ നല്ല കൺട്രോളാണ് കേട്ടോ വോയിസിൽ. പാടുന്നതിൽ നല്ല കൺട്രോൾ ഉണ്ട്. വോളിയം കൂടുവോ കുറയോ, സംഗതികളുടെ ഒരു സ്വരം കൂടിപ്പോവോ കുറയോ, അങ്ങനെയൊന്നും സംഭവിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് മൈഥിലിക്കുട്ടിക്ക്. അപ്പോ ഞാനിപ്പോ നോക്കിയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഹരിയുടെ പാട്ട് പാടിയില്ലേ അല്ലേ, ഓൾറെഡി ഒരു പ്രൊഫഷണൽ സിംഗർ ആണ് എന്ന് പറയാൻ വേണമെങ്കിൽ ആ ക്വാളിറ്റി ഉണ്ട് എപ്പോഴും സിംഗിങ്ങില് കേട്ടോ. വെരി ഗുഡ്, ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. വെരി ഗുഡ് സിംഗർ ആണ്. മൈഥിലിക്കുട്ടി, ഞാൻ ആ ശബ്ദത്തിന്റെ ക്വാളിറ്റി ആലോചിക്കായിരുന്നു. ആ ശബ്ദത്തിനൊരു പ്രത്യേകതരം ടോണിന്റെ ആ ക്വാളിറ്റി മാറിയത് ആലോചിക്കായിരുന്നു ഈ ഒരു ടോപ്പ് സിംഗറിന്റെ ഈ ജേർണിയില്. അത് ആദ്യം കുറച്ച് ഒരു ഗ്രെയിനി, ഒരു എയറി, ബ്രെത്തി, ഹസ്കി വോയിസ് എന്ന് മാറിയിട്ട് ഇപ്പൊ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ശബ്ദത്തിലേക്ക് മൈഥിലിക്കുട്ടിയുടെ ആ ജേർണി, മൈഥിലിക്കുട്ടിയുടെ ശബ്ദത്തിന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം വരിക. ഞാൻ ഭയങ്കര പ്രൗഡാണ് മൈഥിലിക്കുട്ടിയുടെ ഈ ഒരു ജേർണിയിൽ. എനിക്ക് ആ പ്രോഗ്രസിനെ പറ്റിയാണ് ഇന്ന് പറയാൻ കൂടുതലും തോന്നുന്നത്. കാരണം ഇന്ന് പെർഫെക്റ്റ് ആയിരുന്നു പാടിയതൊക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി. ആകെ ഒരു ഗ്ലുമിന്റെ ഒരു പ്രശ്നവും പിന്നെ ഒരു ലാഗ് വന്നൊന്ന് ആ ദേവ കഴിഞ്ഞിട്ടൊന്ന് മറിഞ്ഞു വരികയും ചെയ്തു. അപ്പൊ ഗ്ലുമ് പിന്നെയും കുഴപ്പമില്ല, നമുക്കൊരു ശാരീരികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് നോക്കിയാൽ. യെസ്, പക്ഷെ മറ്റേത് മറിഞ്ഞു വരുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ വരുന്ന മിസ്റ്റേക്ക് ആണല്ലോ. ഗ്ലൂം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊരു കോൺഫിഡൻസ് കുറഞ്ഞു. ദേവ അങ്ങനെ ആയത്. പക്ഷെ കുഴപ്പമില്ല, ബ്യൂട്ടിഫുൾ ആയി പാടി, നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി മൈഥിലിക്കുട്ടി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. മിടുക്കിയാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മൈഥിലിക്കുട്ടീനെ. നല്ല പ്രോഗ്രസ് ആണ് കേട്ടോ, മിടുക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മാർക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ് മൈഥിലിക്കുട്ടി അല്ലേ? ആ ബ്യൂട്ടിഫുൾ ആയി പാടിയ നമ്മുടെ മൈഥിലി കുട്ടിക്ക് ഇന്നത്തെ മാർക്ക് 99.25 ഔട്ട് ഓഫ് 100. താങ്ക് യു. നമ്മുടെ മൈഥിലിക്കുട്ടിയാണ് പെർഫോമർ ഓഫ് ദ ഡേ. ഹരി ചേച്ചി വെൽക്കം. ആര്യ കിൻഡർ മോക്സിന്റെ ഒരു അടിപൊളി ഉടുപ്പാണ് മൈഥിലിക്കുട്ടിക്ക്. മൈഥിലിക്കുട്ടിയുടെ പ്രോഗ്രസിനാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു രണ്ടുപേർക്കും. താങ്ക് യു. ബൈ.